പുഷ്പ ഫ്ലവറും അല്ല ഫയറും അല്ല, പുഷ്പ ഒരു ലോലനായിട്ടാണ് പലത് വരുന്നത്. പുഷ്പ ഭയങ്കര കരച്ചിലാണ്. രശ്മിക മന്ദാന ഓവർ ആക്ടിങ് കൊണ്ട് സഹിക്കാൻ വയ്യ. വെറും ഓവർ എക്സ്പോസർ, ഒരു ആവശ്യമില്ലാത്തടത്ത് ഓവർ എക്സ്പോസറും. ഇതിപ്പോ ഫയറല്ല ആയത് കേട്ടോ, കുറച്ച് ചവറായിപ്പോയി. ഒട്ടും കൂടുതലൊന്നുമില്ല, ആവറേജാണ്. എബോ ആവറേജ് ഇല്ല. കോമഡി അങ്ങനെ അത്രത്തിലൊന്നുമില്ല, എബോ ആവറേജ് അത്രയും കണ്ടാൽ മതി. കാരണം നമ്മളിപ്പോ പുഷ്പ ഫയർ എന്ന രീതിയിൽ കൊണ്ട ഫസ്റ്റിനെ കണ്ട് വിലയിരുത്തേണ്ട. ഇനിയിപ്പോ നെക്സ്റ്റ് ഒരു പാർട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഫഹദ് ഒരു രക്ഷയില്ല, അടിപൊളി. ഫഹദിനെ കാണാൻ വേണ്ടിയാണ് ശരിക്കും നമ്മളൊക്കെ വന്നത്, മലയാളികൾ ഒരുപാട്. സിനിമ വളരെ മോശമാണ്, വളരെ മോശം. നമ്മൾ ഫസ്റ്റ് ഹാഫ് പിന്നെയും പ്രതീക്ഷിച്ചു, സെക്കൻഡ് ഹാഫ് ആയപ്പോ എന്തെങ്കിലും കാണുന്നു. പക്ഷെ എന്തൊക്കെയോ ഒരു മാസമായിട്ട് ഉണ്ടാക്കാൻ കാണിക്കുന്നുണ്ടോ ഒരു വായിക്ക് കൊള്ളത്തില്ല. നമുക്ക് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ അവിടെ എടുത്തിരിക്കുന്നത്. തേർഡ് പാർട്ടൊക്കെ എന്തൊക്കെയോ എതിരോ വേണ്ടി എടുത്തുകൊണ്ട് വെച്ചിരിക്കുകയാണ്. എനിക്കടി സർക്കാർ ആർക്കോ വേണ്ടി എടുത്തൊരു പടം. ഭയങ്കരമായിട്ടൊക്കെ ആളെ കത്തി പോലെ കൊണ്ടുവന്ന് അത് ഒന്നും അല്ലാതാക്കി കളഞ്ഞു. എല്ലാരെയും ഒരു പടം എടുക്കണ രീതിയിൽ കൊണ്ടുവന്ന് 3.5 മണിക്കൂർ കൊണ്ട് ഇരുത്തി. സെക്കൻഡ് ഹാഫ് ഒക്കെ ഭയങ്കര നിരാശയാണ് കിട്ടിയത്. ഒരു വായിക്കും കൊള്ളതിന് പൊട്ടുകൊടുത്തില്ല. പടം ആവറേജ് മൂവി ആയിട്ടാ തോന്നിയത്. സ്ക്രിപ്റ്റ് വൈസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇമോഷൻസ് സ്കില്ലൊക്കെ നന്നായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാം. തിയേറ്ററിൽ വന്ന് വാച്ച് ചെയ്യാൻ കൊള്ളാം. പക്ഷെ സ്ക്രിപ്റ്റ് വൈസ് കൊള്ളത്തില്ല. ഇമോഷൻസ് ഒക്കെ കണ്ട് തിയേറ്ററിനകത്ത് ഭയങ്കര കൂക്കൽ വിളിയൊക്കെ ആയിരുന്നു. കരച്ചിൽ കണ്ട ആൾക്കാർക്ക് ഭയങ്കര ചിരിയായിരുന്നു. അതുപോലെയൊക്കെ ചെറുതായിട്ട് എക്സ്പെക്ട് ചെയ്തു. പക്ഷെ ആവറേജ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഒരു പ്രതീക്ഷിക്കണ്ടായിരുന്നു ഇത് പോകുന്നൊരു ഇതെന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും ആയിരുന്നില്ല. സെക്കൻഡ് ഹാഫ് വന്നപ്പോ പിന്നെ വളരെ ബോറായിരുന്നു. ഫസ്റ്റ് പാർട്ടിന് വില പറഞ്ഞു. ഓഫ് കോഴ്സ് ഇന്നലെ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ടില്ല, ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടൊക്കെയാണ് ഇതിന് വന്നത്. പക്ഷെ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയി. പടം ആവറേജ് ആണ്. പുഷ്പ ഫ്ലവറും അല്ല ഫയറും അല്ല, പുഷ്പ ഒരു ലോലനായിട്ടാണ് പലത് വരുന്നത്. പുഷ്പ ഭയങ്കര കരച്ചിലാണ്. പട്ടിയെ പോലെ വേണം ഒരുപാട്. കാരണം സെന്റിമെന്റ് സീൻ ഭയങ്കര കോമഡി ആയിട്ടുണ്ട്. കാരണം ആളൊക്കെ ദഹിക്കുന്ന ഒരു സെന്റിമെന്റൽ സീൻസേ അല്ല. പിന്നെ ഇൻ പാച്ചസ് ഫഹദിന്റെയും അതുപോലെ തന്നെ അല്ലൂർജിന്റെ സീൻസ് കുറെയൊക്കെ കൊള്ളാം. പക്ഷെ മൊത്തത്തിൽ വലിയ സുഖമില്ല എന്ന് പറയുന്നത്. ഒരു ജസ്റ്റ് ആവറേജ് ലെവലിൽ ഉള്ളു പടം. പിന്നെ അതുപോലെ തന്നെ സാരി ഉടുത്തത് കുറെ അടുത്ത് കോമഡി ആയിട്ടുണ്ട്. ഒരുമാതിരി നമ്മൾ തമ്പാനൂരും ഓർമ്മിച്ചിലൊക്കെ സാരി ഉടുത്ത ആളോ നിൽക്കുന്ന ഒരു ഇതിലാണ്. രണ്ടാമത് സീക്വൻസ് സാരി ഇട്ട് ഒരു ദേവിയുടെ റോളിൽ വരുന്നുണ്ട്. അത് കൊള്ളാം. ആ ഒരു സൈഡിൽ നന്നായിട്ടുണ്ട്. അല്ലാതെ പടം ഓവറോൾ ആവറേജ് ആണ്. രശ്മിക മന്ദാന ഓവർ ആക്ടിങ് കൊണ്ട് സഹിക്കാൻ വയ്യ. വെറും ഓവർ എക്സ്പോസർ, ഒരു ആവശ്യമില്ലാത്തടത്ത് ഓവർ എക്സ്പോസറും ഓവർ ആക്ടിങ്ങും. ഒട്ടും ഓഡിയൻസിന് ഡൈജസ്റ്റ് ആവാത്ത രീതിയിലാണ് രശ്മിക മന്ദാന ആക്ടിങ്. പിന്നെ അതുപോലെ അല്ലൂർജിന്റെ ഇൻ പാച്ചസും ഉള്ള ഫഹദ് ഫാസിൽ നന്നായിട്ടുണ്ട് പല പാച്ചസിലും. പടം ക്രിഞ്ചാണ്, വലിയ സർപ്രൈസ് എലമെന്റ് ഒന്നുമില്ല. അങ്ങനെ ജസ്റ്റ് വൺ ടൈം വാച്ച് ആയിട്ട് ഒരു ആവറേജ് പടമായിട്ട് പോയി കാണാം. അല്ലാതെ വേറെ ഒന്നും അതിനകത്തില്ല.